നമ്മുടെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, നമ്മളെ ഇത്രത്തോളം നമ്മുടെ കർത്താവ് സഹായിച്ചു, നമ്മളെ ആയുസ്സോടെ കർത്താവ് നിലനിർത്തി. നമുക്ക് പിന്നെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഇടയായതോർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ലോകത്തിൽ ധാരാളം ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പൊടുന്നനമേ എത്രയോ വലിയ അനർത്ഥങ്ങളും ആപത്തുകളുമാണ് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്നു, നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊന്നും നാം മറന്നു പോകരുത്. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിലും നമ്മളെ ദൈവം ഇത്രത്തോളം സൂക്ഷിക്കുന്നത് ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവം നമുക്ക് എത്രയൊക്കെ ഉപകാരം ചെയ്താലും മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അന്നേരം ഒരു നന്ദി പറയുക എന്നല്ലാതെ ദൈവത്തിൽ പൂർണ്ണമായിട്ടും അങ്ങോട്ട് കടന്ന് വിശ്വസിക്കുകയോ ആശ്രയിക്കുകയോ ചെയ്യുകയില്ല. നമ്മുടെ മനോഭാവം അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ അങ്ങനെ പറയുകയില്ലായിരുന്നു. അവിടെ കർത്താവ് ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് തിന്നും എന്ന് എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. സ്തോത്രം. എന്തു തിന്നുമെന്ന് എന്തു കുടിക്കും എന്നുള്ളത് മനുഷ്യൻ്റെ ചിന്തയാണ്, നാളെയെക്കുറിച്ചുള്ള അവൻ്റെ ആകുലത. സ്തോത്രം. അവിടെ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഇങ്ങനെ ചിന്തിക്കുന്നത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ. കാരണം ചിന്താശക്തിയും നാളെയെക്കുറിച്ചുള്ള പ്ലാനിങ്ങും ആവലാതിയും വേവലാതിയും ഒക്കെ മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് അതിൻ്റെ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. സ്തോത്രം. കാരണം നാളെയെക്കുറിച്ചുള്ള ചിന്ത അതിനില്ല. കാരണം അതിനങ്ങനെ ചിന്തിക്കുവാനുള്ള കഴിവില്ല. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ലല്ലോ. വളരെ വലിയ ബുദ്ധിവൈഭവമുള്ളവൻ, മിടുക്കൻ, സകലവും നേടിയെടുക്കുവാൻ പ്രാപ്തിയുള്ളവൻ, അങ്ങനെയുള്ള ധാരാളം വ്യത്യസ്തമായ അനുഭവങ്ങൾ മനുഷ്യർക്കുണ്ട്. അതുകൊണ്ടാണ് നാം ചിന്തിക്കുന്നത്, കരുതുന്നത്, ഇങ്ങനെ വിചാരപ്പെടുന്നത്. സ്തോത്രം. എന്നാൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കും അങ്ങനെ ചിന്തിച്ച് തലമുണ്ടാക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം. അവ അതാതിന് നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് ഇരപിടിക്കാൻ പുറത്തിറങ്ങും, അല്ലെങ്കിൽ ഭക്ഷണം തേടി പുറത്തിറങ്ങും. രാത്രിയിലും പകലും ഭക്ഷണം തേടി ഇറങ്ങുന്ന മൃഗങ്ങളും പക്ഷികളുമുണ്ട്. സ്തോത്രം. അവയ്ക്കെല്ലാം വേണ്ടത് ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. ഒരു കാര്യം നാം പ്രത്യേകം ചിന്തിക്കണം, നാം മനസ്സിലാക്കണം, അവ വിതയ്ക്കുന്നില്ല, അവ കൊയ്യുന്നില്ല, കൊയ്ത് അതിൻ്റെ ഫലം കളപ്പുരകളിൽ ശേഖരിച്ച് വെക്കുന്നതുമില്ല. എന്നിട്ടും ദൈവം അവയെ പുലർത്തുന്നു. സ്തോത്രം. നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ഒന്ന് പരീക്ഷിച്ചാൽ, നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. രാവിലെ പല വിധത്തിലുള്ള പക്ഷികളും ചെറിയ മൃഗങ്ങളുമൊക്കെ അതതിൻ്റെ ആഹാരം തിരഞ്ഞിറങ്ങുന്നത് കാണാം. അവയ്ക്കെല്ലാം ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. സ്തോത്രം. കാരണം അവയ്ക്ക് സ്വയം കരുതുവാൻ കഴിവില്ലാത്തത് കൊണ്ട്
ദൈവം അവയ്ക്ക് വേണ്ടി എല്ലാം കരുതി വയ്ക്കുന്നു. സ്തോത്രം. എന്നാൽ ബുദ്ധിമാനായ മനുഷ്യൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ഈ ദൈവത്തിൽ ആശ്രയമുണ്ടെന്നും ദൈവവിശ്വാസിയാണെന്ന് പറഞ്ഞാലും അതൊക്കെ ഒരു പരിധി വരെ പുറത്തു പറയാൻ മാത്രമേ ഉപകരിക്കുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. മിക്കവാറും പേരും സ്വയത്തിൽ ആശ്രയിക്കുകയോ മറ്റുള്ളവരിൽ ആശ്രയിക്കുകയോ ചെയ്യുന്നവരാണ്. സ്തോത്രം. നാളെക്കുറിച്ച് ചിന്തിക്കേണ്ടെന്ന് കർത്താവ് പറഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് മാത്രമേ ഉള്ളൂ ചിന്ത എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ദൈവം എന്നാൽ പിന്നെ അവർ ചിന്തിക്കട്ടെ, അവരുടെ ബുദ്ധി കൊണ്ട് അവർ നേടട്ടെ എന്ന് ദൈവം വിചാരിക്കുന്നതിന് കാരണം മിക്കവാറും അതുതന്നെയായിരിക്കും. സ്തോത്രം. നാം പലതിനെക്കുറിച്ചും വിചാരപ്പെടുന്ന മനുഷ്യരാണ്. നാളെക്കുറിച്ച് ആകുലത നമ്മുടെ ഉള്ളിലുണ്ട്. സ്തോത്രം. എന്നാൽ കർത്താവ് അടുത്ത വാക്യത്തിൽ പറയുന്നു, നാം വിചാരപ്പെട്ടാൽ ഒന്നും നേടുവാൻ കഴിയുന്നില്ല, പിന്നെ എന്തിനാ വിചാരപ്പെടുന്നത്? സ്തോത്രം. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ദൈവം അറിയുന്നുണ്ട്. ആ ദൈവത്തിന് അത് നമുക്ക് നടത്തി തരുവാൻ കഴിയുമെന്നുള്ള വിശ്വാസ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നാം ആകുലപ്പെടുന്നത്? അയ്യോ, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിയില്ലേ, പിന്നെ എങ്ങനെയാ കാര്യങ്ങൾ നടക്കുക? അവിടെയാണ് കുഴപ്പമുണ്ടാകുന്നത്, അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. നാം നമ്മെ തന്നെ കരുതാൻ, നാളെക്കുറിച്ച് ചിന്തിക്കുവാൻ, ആകുലപ്പെടുവാൻ തുനിയുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാത്തത്. സ്തോത്രം. ഈ പക്ഷിമൃഗാദികളെ പോലെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു, നാളത്തെ ദിവസം ദൈവം നോക്കിക്കൊള്ളും എന്നുള്ള ചിന്ത നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായും നമ്മുടെ ആവശ്യങ്ങൾക്ക് മതിയാവോളം നൽകിത്തരുവാൻ ദൈവം ശക്തനാണെന്ന് നാം വിശ്വസിച്ചാൽ മാത്രം മതി. സ്തോത്രം. അപ്പോൾ ആകയാൽ എന്ത് തിന്നും, എന്ത് കുടിക്കും, നാളെ എന്ത് ഭക്ഷണം ഉണ്ടാക്കും, എൻ്റെ മക്കളെ എങ്ങനെ പഠിപ്പിക്കും, എൻ്റെ വീടിൻ്റെ ബാക്കിയുള്ള പണികാര്യങ്ങൾ എങ്ങനെ നടത്തും, അല്ലെങ്കിൽ ഒരു പുതിയ വീട് എങ്ങനെ വയ്ക്കും, തുടങ്ങി ധാരാളം ചിന്തകൾ നമ്മെ ഭരിക്കുന്നുണ്ട്. സ്തോത്രം. നമ്മെ ഇത്രത്തോളം നടത്തിയ ദൈവം തുടർന്ന് നടത്തുവാൻ വിശ്വസ്തനല്ലേ? നമുക്ക് ഈ ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം പ്രിയപ്പെട്ടവരെ. പലപ്പോഴും നാം പലതും സ്വയം ചിന്തിച്ച് കണക്ക് കൂട്ടി അത് നടക്കാതെ വന്നപ്പോൾ നിരാശപ്പെട്ടിരുന്ന അനുഭവങ്ങൾ ഓർമ്മയുണ്ടോ? അവിടെ ആരാണ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചത്? നമ്മുടെ എല്ലാ പ്രയത്നങ്ങളും പരാജയപ്പെട്ടപ്പോൾ, നമ്മുടെ കഴിവുകൾ പരാജയപ്പെട്ടപ്പോൾ, നമ്മുടെ ബുദ്ധി പരാജയപ്പെട്ടപ്പോൾ സറണ്ടർ ചെയ്ത സന്ദർഭമുണ്ടല്ലോ, ആ സന്ദർഭത്തിലാണ് ദൈവം പ്രവർത്തിച്ചത്. സ്തോത്രം. നാം വെറുതെ ടെൻഷൻ അടിച്ചു, വെറുതെ ഒത്തിരി കറങ്ങി, എന്നാൽ ആരോഗ്യവും മനസ്സും ക്ഷീണിച്ചതല്ലാതെ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. എന്നാൽ കരുതുവാൻ, നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് നൽകിത്തരുവാൻ നമ്മുടെ കർത്താവിൻ്റെ പക്കലുണ്ട്. സ്തോത്രം. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മാത്രം മതിയല്ലോ. ചെങ്കടലിനെ വിഭാഗിച്ചവൻ നമ്മുടെ ദൈവമല്ലേ? ഇസ്രായേൽ മക്കൾ അത്രയും പേരും കൂടെ കുടിച്ചു വറ്റിച്ചാൽ ആ വെള്ളം വറ്റുമായിരുന്നോ? ഒരിക്കലും ഇല്ലല്ലോ. എങ്കിൽ അവർക്ക് വേണ്ടി കരുതിയ ദൈവം നമുക്ക് വേണ്ടിയും കരുതും. ഇതിപ്പം കർത്താവ് തന്നെ നേരിട്ട് പറഞ്ഞാലും നമ്മളെ കൊണ്ട് വിശ്വസിക്കത്തില്ല. അത് നമ്മുടെ ഒരു സ്വഭാവമായിപ്പോയി. അവിടെയാണ് നമുക്ക് കുഴപ്പം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഈ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. എൻ്റെ കാര്യം എൻ്റെ ദൈവം നോക്കിക്കൊള്ളും, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എൻ്റെ ദൈവം നോക്കിക്കൊള്ളും. ഞാനതിനെക്കുറിച്ച് ആകുലപ്പെട്ട് വെറുതെ ടെൻഷൻ അടിച്ചെൻ്റെ ബി.പി കൂട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. ദൈവം വേണ്ടതെല്ലാം തക്ക സമയത്ത് നന്നായി ചെയ്യുന്ന ദൈവമാകിയാൽ ഞാൻ ആ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു, ഞാൻ ആ ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, ഞാൻ എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ കർത്താവിൽ ഫലമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യത്തോടെ
നാം ആയിരിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. പറവകളെയും മൃഗങ്ങളെയും പോറ്റിപ്പുലർത്തുന്ന ദൈവം നമ്മെയും നന്നായി പോറ്റിപ്പുലർത്തുവാൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തിയേൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കട്ടെ. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവൻ പ്രവർത്തിക്കട്ടെ. ആമേൻ. നമ്മളെ ജീവൻ നൽകി ഭൂമിയിലേക്ക് അയച്ചത് ദൈവമാകിയാൽ ആ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാ പദ്ധതികളും ദൈവത്തിൻ്റെ പക്കലുണ്ട്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാം. നാം സ്തോത്രത്തോടുകൂടി നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിച്ചാൽ മാത്രം മതിയെന്നാണല്ലോ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് സ്തോത്രത്തോടുകൂടി നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കാം. ദൈവമെല്ലാം നൽകിത്തരും. ടെൻഷൻ അടിക്കാതെ, BP ഒന്നും കൂട്ടാതെ സ്വസ്ഥമായി സമാധാനമായിട്ടിരിക്കുവാൻ എല്ലാവർക്കും കൃപ ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാവിധമായ പ്രാർത്ഥനകളും പ്രിയപ്പെട്ടവരോടൊപ്പം ഉണ്ട്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.